ഞങ്ങളൊന്ന് സംസാരിക്കാനായിട്ട് വിളിക്കുന്ന ആദ്യം തന്നെ വിളിക്കാനുള്ള ഞങ്ങളുടെ ഈ ഒരു ചിത്രത്തിന്റെ മേജർ റോൾ ലീഡിംഗ് ലേഡി റോൾ കൈകാര്യം ചെയ്തിരിക്കുന്ന തെന്നിന്ത്യയുടെ സ്വന്തം റായ് ലക്ഷ്മി. ഒരു വലിയ കൈഡി നൽകിക്കൊണ്ട് റായ് മാമിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ജോയിനിങ് മാം, ഐ വുഡ് ലൈക്ക് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് അഷ്കറിനെ, ഞങ്ങളുടെ ഹീറോ അഷ്കർ, ഒപ്പം തന്നെ ഹന റെജി കോശി ഞങ്ങളുടെ നായിക. ഇത് കൂടാതെ ബാക്കിയുള്ള ഞങ്ങളുടെ കാസ്റ്റിനെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഡ്രാക്കുല സുധീർ, ഞങ്ങളുടെ സ്വന്തം സുധീർ എന്നെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഹന പ്ലീസ്, അതുപോലെ സജ്ന, ഗൗരി നന്ദ മാം, ഇവരെല്ലാവരും ഞാൻ വേദിയിലേക്ക്, രാജാ സാഹിബ് അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ കാസ്റ്റിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ AK സന്തോഷ് എന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള ഞങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ താരനിരയുള്ള ഒരു ചിത്രം കൂടി, ലാർജ് ക്യാൻവാസ് ചിത്രം കൂടിയാണ് DNA. ആദ്യ സോങ് നമ്മൾ കണ്ടു, ട്രെയിലർ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് റൈറ്റ് ഫ്രം ഞങ്ങളുടെ ഈ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ TS സുരേഷ് ബാബു സാർ തന്നെയാണ്. മലയാളികളുടെ പൾസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. ഉപ്പുകണ്ട ബ്രദേഴ്സ് തുടങ്ങി എത്രയോ ചിത്രങ്ങൾ, അതിലെ പാളയം എന്നൊക്കെ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് കേട്ടോ സാർ. അപ്പൊ അതിനൊക്കെ ശേഷം ഇവിടെ ഇതാ കൾട്ട് പടങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ട് ഇതാ നമുക്ക് വേണ്ടി DNA ഒരു ചിത്രം ഒരുക്കിയിരിക്കുകയാണ്. എനിക്കറിയാം 100 പ്ലേസ് ഡേയ്സിന്റെ ഒരു വലിയ ഹാർഡ്ഷിപ്പ്, ഒരു വലിയ ടീമായിരുന്നു. നമുക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോൾ റിയാസ് ഖാൻ, അജു വർഗീസ്, സ്വാസിക, പിന്നെ പണ്ടത്തെ ഞങ്ങളുടെ സ്വന്തം രവീന്ദ്രൻ സാർ, അങ്ങനെ വലിയൊരു ടീമാണ് ഇതിലുള്ളത്. ഇത്രയും വലിയ കാസ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് PG വിശ്വനാഥൻ സാറിന്റെ ക്ലാസ് ആണെന്ന് നമുക്കറിയാം, ആ ഒരു സ്കൂളിംഗ് ആണെന്ന് അറിയാം. അപ്പൊ എന്തുമാത്രം കാര്യങ്ങളാണ്, എക്സൈറ്റ്മെന്റ് ആണ് സാർ ഈ ഒരു നിമിഷത്തിൽ നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഇഷ്ടപ്പെടുന്ന ഡയറക്ടർ നമ്പറുള്ള എല്ലാവരും ഇവിടെ വന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ഈ പടം ചെയ്യുന്നത്. ഒരു ആക്ച്വലി ഇതിനകത്തൊരു ആദ്യം ഇതിനൊരു താങ്ക്സ് പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. ഒരു പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാതെ, ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ ബഡ്ജറ്റാണ്, പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് AK സന്തോഷിൻ്റെ കിട്ടി, നല്ലൊരു ടെക്നീഷ്യൻസ് ഫുൾ ബാച്ച് കിട്ടി, നമ്മുടെ ക്യാമറമാൻ, നല്ല ക്യാമറമാൻ, പിന്നെ എല്ലാവരും സഹകരിക്കുന്ന ആർട്ടിസ്റ്റ്, നമ്മുടെ ഒത്തിരി എല്ലാവരും, പല നമ്മുടെ റോയൽ ലക്ഷ്മി മേളമൊക്കെ കണ്ടമാനം ബുദ്ധിമുട്ടി, കണ്ടമാനം ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു. 4 ഫൈറ്റ് മാസ്റ്റേഴ്സ്, ഏതാണ്ട് ഒരു 8 ഫൈറ്റ്, പിന്നെ 8 സീക്വൻസ്, അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആണ്. ഇനി ഈ പടം എല്ലാവരും കാണണം, കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ പടം ഒരു സക്സസ് ആയി തന്നെ വീണ്ടും വീണ്ടും പടങ്ങൾ ഞങ്ങളിത് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാകണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഈ നിൽക്കുന്ന ജനാവലിയുടെ ഫുൾ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ അറിയിക്കുകയാണ് കാണാൻ വേണ്ടി. കാരണം ഈ ഒരു ജോണർ മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോണർ കൂടിയാണ്. അപ്പോൾ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രൂഗിംഗ് ആയിട്ടുള്ള ഒരു റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം റായ് ലക്ഷ്മിയാണ്. യെസ് മാം, ഹൗ യു ഫീൽ ബീയിങ് ഇൻ കേരള വൺ മോർ ടൈം? എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? I feel so privileged and blessed to be here. After 3 years, I'm part of this wonderful film, DNA. And thank you all for the love and support as always. I'm looking forward to this film, excited. And it's lovely to see you all here. And 14 June, DNA is releasing, and I hope you all give your support and love as always, and I'm looking forward to it. Thank you. എനിക്ക് തോന്നുന്നു റോയ് മാമിനെ കണ്ടതിലൊരു സന്തോഷമാണ്. Can you just give something more to our Malayali crowd, because there's been a lot of people who have been waiting to see you in real. What do you have to say, ma'am, to them? Like I said, I've always had so much love from all the Malayali fans, all the Kerala fans. I always feel like I'm back home, and it's truly a different feeling. So I love them all, and thank you for this constant support and the love that you guys show me. Thank you so much. മാമിന്റെ ഒരു ചെറിയ ഡാൻസിനാണെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇപ്പോഴല്ല, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഷോ ഞങ്ങൾ ഒന്ന് ചെറുതായിട്ട് മാമിനെ മൂവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഇപ്പൊ എന്തായാലും മാം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഹന്ന. കാരണം ഹന്ന, വൺ മോർ ടൈം, കാരണം ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. TS സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിന്റെ ദ ബ്രാൻഡ് ആയിട്ടുള്ള സംവിധായകരുമായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് യു ഹാവ് ടു സേ ഡാർലിംഗ്? TS സുരേഷ് ബാബു സാർ, പേര് നമുക്കറിയാം എല്ലാവർക്കും, ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ ഹി ഹാസ് ഗിവൻ നമ്മുടെ മലയാളത്തിന്.
മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു ഭാഗമാവാൻ കഴിയുക, ദാറ്റ് ഈസ് എ ബിഗ് ബ്ലെസ്സിങ്. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ. നമുക്ക് ദൈവത്തോട് നന്ദി തോന്നുമല്ലോ, നന്ദി തോന്നുന്നൊരു നിമിഷമാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും, ഇവരുടെ ഒപ്പം എല്ലാവരുടെ ഒപ്പം നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റിയതിനും ഒക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു. കൂടുതൽ വാക്കുകളൊന്നുമില്ല, ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ, 14-ാം തീയതി ആവാൻ, അതിനുള്ളിൽ റിലീസാണ്. അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും, എങ്ങനെ ആ പ്രതികരണം എങ്ങനെയായിരിക്കും, എന്താവും എന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ. എവറി മൂവി റിലീസ് ആവുന്നതിന് മുമ്പ് എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ക്രൂ വിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൺഫ്യൂഷനിലുമാണ് നിൽക്കുന്നത്. സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും 14-ാം തീയതി തിയേറ്ററിൽ പോയി കാണുക. ഇത് മാത്രമേ എനിക്ക് എൻ്റെ വായിന്ന് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, അതുല്യ പ്രതിഭ കൂടിയാണ് ഡ്രാക്കുള സുധീരേട്ടൻ. ഞങ്ങളുടെ സ്വന്തം സുധീരേട്ടൻ എന്താണ് ആഡ് ഓൺ ചെയ്യാറുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സുരേഷ് ബാബു സാറിനാണ്. അദ്ദേഹം ഇതിനകത്ത് ഒരു ഗംഭീര കഥാപാത്രം തന്നു. പിന്നെ സന്തോഷമായിട്ടും അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കഥാപാത്രത്തെ ഓടി പിടിപ്പിച്ച് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. പിന്നെ ഇരട്ടി മധുരം തരുന്ന കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത് ഈ DNAയുടെ പ്രൊഡ്യൂസർ, നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൽ നാസറിക്കയുടെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളം വാങ്ങിക്കുന്നത്. അദ്ദേഹം പോലും അറിഞ്ഞാണല്ല ഞാനാണ് ഈ സിനിമയെ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. പക്ഷേ ഒരുപാട് നന്ദി ബോസിന്. ഈ അവസരത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, ബോസിൻ്റെ ബ്രദറാണ്, ബാബുക്ക എന്ന് പറയും. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ സിനിമ ഒരുപാട് ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഗോപാല സാറൊക്കെ ഇവിടെ ഉണ്ട്. ഗോപാലേട്ടനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത പടത്തിൽ ഒരു വേഷം തരണമെന്ന് പറയുകയാണ്. പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ മാറ്റി പറയാൻ പറ്റില്ല, ആ സുധീറിനെ വയ്ക്കാൻ പറയും. ഏതായാലും ഒത്തിരി സന്തോഷം. ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ. സുരേഷ് ബാബു സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ ഞാൻ കോട്ടയം കുഞ്ഞച്ചൻ ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട സിനിമ, അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു പാറ്റമുള്ള സിനിമയല്ല, ഇതൊരിക്കലും സുരേഷ് ബാബു സാറിന്റെ പടമല്ല. ഇത് കണ്ടു നോക്കിയാൽ ഞെട്ടിക്കും. രവിചന്ദ്രന്റെ ക്യാമറ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട്. ഗംഭീരമാകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. രണ്ട് ആർട്ടിസ്റ്റുകളെ കൂടി ഞങ്ങൾ ഒന്ന് വിളിക്കുകയാണ്. കവിത ആൻഡ് ജാസ്മിൻ, അവരുടെ ഒരു സാന്നിധ്യം കൂടി ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ സ്റ്റേജിൽ ആഗ്രഹിക്കുന്നു. ഇനി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഐ എം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഞങ്ങളുടെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് രാജാ സാഹിബ്. ഇതിൽ വലിയ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിനിമയെ പറ്റി 2 വാക്ക് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ, അസ്സലാമു അലൈക്കും. വളരെ യാദൃശ്യമായിട്ട് ഇവിടെ ഈ ഒരു പരിപാടിയിൽ എത്തിയതല്ല. വർഷങ്ങളായിട്ടുള്ള ഒരു അഗാധമായ ബന്ധമുള്ള വ്യക്തിത്വമാണ് TS സുരേഷ് ബാബു ചേട്ടൻ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. കടമറ്റത്തെ കത്തനാർ എന്ന സിനിമ ഇപ്പോൾ വരുന്നുണ്ട്. കത്തനാർ എന്ന സീരിയൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനകത്ത് കത്തനാരുടെ കൂടെ കപ്പ്യാരായിട്ട് എനിക്ക് തന്ന വേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിൽ കുഞ്ഞൗസേപ്പ് എന്നൊരു കഥാപാത്രം പലപ്പോഴും ഇപ്പോഴും പല പരിപാടികളിലും പോകുമ്പോഴത്തേക്ക് എന്നെ തിരിച്ചറിയുന്നതും പറയുന്നതും വിളിക്കുന്നതും ഒക്കെയുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ എന്നെ കൂടി വിളിച്ച് ഒരു ചെറിയ ഭാഗമാക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല, ലുലുമാൾ എന്ന് പറയുന്നത് ഞങ്ങൾ തറവാട് പോലെയാണ്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് സിനിമയുടെ പ്രൊമോഷൻ നടക്കുമ്പോഴൊക്കെ ഞാനതിലെ പാസ് ചെയ്ത് പോകാറുണ്ട്. കാര്യം അതിനകത്ത് പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ വിളിക്കുമ്പോഴൊന്നും എനിക്ക് ഇരിക്കാൻ തോന്നിയിട്ടില്ല. ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമാകാൻ ഈ ലുലുമാളിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി, ഒരു സിനിമ പ്രൊമോഷണൽ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഞാൻ ഭാഗമാകാൻ കാരണമായതും ബാബുചേട്ടൻ്റെ ഒരു
ബ്ലെസ്സിങ്സ് തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഒരുപാട് ടെക്നീഷ്യൻസും എല്ലാവരും ഗംഭീരമായിട്ട് ബാബുചേട്ടൻ ഇപ്പോഴത്തെ ജനറേഷനോടൊപ്പം തന്നെ കടപിടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് ഇപ്പോൾ വീണ്ടും വലിയൊരു ഉദ്യമമായിട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവരും നിങ്ങളുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരുടെ എല്ലാവരോടും പറയുക, ഈ സിനിമ കാണുക. കണ്ട് ഗംഭീരമായൊരു സിനിമയാണ്. അതിൻ്റെ വിജയം നമുക്കെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ കൊണ്ട് അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും DNA-ക്ക് എല്ലാവിധ വിജയഭാവങ്ങളും നേരുകയാണ്. വേറെ എന്തെങ്കിലും സ്ലൈറ്റ് എന്റർടൈൻമെന്റ് ഒരു 1 മിനിറ്റ്. ഇനി നമ്മൾ മിമിക്രി എന്തെങ്കിലും കാണിക്കണോ? എൻ്റെ അരി ഇപ്പം നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കാരണം ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങൾ ആ ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. സന്തോഷയുടെ ഒരു വാക്കുകളോട് കേട്ടതിന് ശേഷം ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ മാറുന്നതായിരിക്കും. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണെന്ന് അറിയാം. ഇതിൻ്റെ ഏറ്റവും വലിയ നായിക എന്ന് പറയുന്നതിൻ്റെ സ്ക്രിപ്റ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ബീങ് ദ സ്ക്രിപ്റ്റ് റൈറ്റർ, വാട്ട് യു ഹാവ് ടു സേ സർ? സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് ഞാനൊരു അവകാശവാദത്തിനും എതിരുന്നില്ല. നന്ദി ആരോട് ചൊല്ലേണ്ടു എന്ന ചോദ്യത്തിന് സർവേശ്വരനോടും ഈ ചിത്രം ഇതുപോലെ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തമാക്കിയ അതിൻ്റെ നിർമ്മാതാവ് KV അബ്ദുൽ മാത്രമാണ്. ഈ ചിത്രത്തിനോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്ര 14-ാം തീയതി അവസാനിക്കുന്നു. നിങ്ങളിലേക്ക് തരികയാണ് ചിത്രം. നിങ്ങളാണ് ഈ ചിത്രം ഏറ്റെടുക്കേണ്ടത്. ഇതിൻ്റെ മഹത്വം തിരിച്ചറിയേണ്ടതും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാകും, നിർമ്മാതാവിന് സന്തോഷമാകും, മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനവുമാകും. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് എന്ത് പറഞ്ഞാലും, എന്ത് അവകാശവാദങ്ങൾ നിരത്തിയാലും കാണികളായ നിങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ ചിത്രം എങ്ങനെ സ്വീകരിക്കണം. അതുകൊണ്ടൊരു പ്രാർത്ഥന, നിങ്ങളെ ചിത്രം തിയേറ്ററുകളിൽ കാണുക, വിജയിപ്പിക്കുക. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇനി ഗോകുലം ഗോപാലൻ സാറിനെ ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞായിരിക്കും ഞങ്ങളുടെ ഇവൻറ്റ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പം തന്നെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ബാക്കിയുള്ള ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ വിശിഷ്ട വ്യക്തികളെയും കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ വിളിക്കുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് എത്തിയാൽ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ ഫിലിം എഡിറ്റർ ജോൺ കുട്ടി, ഞങ്ങളുടെ പശ്ചാത്തല സംഗീതം പ്രകാശ് അലക്സ്, സൗണ്ട് എഫക്ട്സ് ബൈ രാജേഷ് PM, പ്രൊഡക്ഷൻ ഇൻചാർജ് റിനി അനിൽകുമാർ, പ്രൊഡക്ഷൻ കൺട്രോളർ അനീഷ്, Chief Associate Director Anil Medayil, Script Writer AK Santosh, he is already on stage. ഞങ്ങളുടെ ക്രൂവിനെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ശ്യാം കാർത്തികേയൻ, മേക്കപ്പ് ബൈ രജിത് അമ്പാടി, കോസ്റ്റ്യൂംസ് ബൈ നാഗരാജൻ, ഞങ്ങളുടെ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് ആക്ട്രസ് സുകന്യയാണ്. കൂടാതെ ഗായകർ കാർത്തിക, അമൃത, ശ്രുതി റെയ്. ഞങ്ങളുടെ ടെക്നിക്കൽ ടീമാണ്. ഉള്ളവരെല്ലാവരും വേദിയിലേക്ക് എത്താൻ സാറിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഗോകുലം ഗോപാലൻ സാറുമായിട്ടൊരു ഫോട്ടോ ഫിനിഷ് ഉണ്ട്. അതുപോലെ തന്നെ ബാദുക്കേനെ, സുഖസാറിനെ കൂടെ ഞാനൊന്ന് വേദിയിലേക്കൊന്ന് വിളിക്കുകയാണ്. ഈ ഒരു സാന്നിധ്യത്തിൽ അവരുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ഞങ്ങളോടൊപ്പം ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ സൗണ്ട് എഫക്ട്സ് ഈസ് ബീൻ ഡൺ ബൈ രാജേഷ് PM, VFX മഹേഷ് കേശ, മൂവിലാൻഡ്, സൗണ്ട് എഞ്ചിനീയർ വിഷ്ണു രാജാണ്, ആക്ഷൻസ് കനൽക്കണ്ണൻ, പഴനിരാജ്, റൺ രവി, സ്റ്റണ്ട് സിൽവ, ഷാലു പേയാടാണ് ഞങ്ങളുടെ സ്റ്റിൽസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ PRO വാഴൂർ ജോസ്, അജയ് തുണ്ടത്തിൽ, ആദ്ര ദിൽജിത്ത് ആണ് PRO. ഇവരെല്ലാവരും വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാനുള്ളവരെല്ലാവരും വേദിയിലേക്ക് എത്തുക. പ്ലീസ് ആദ്ര എല്ലാവരും വേദിയിലേക്ക് എത്തുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബൈ അനൂപ് സുന്ദരൻ, പബ്ലിസിറ്റി ഡിസൈൻ ബൈ അനന്തു S കുമാർ ആൻഡ് Hello Tunes, സ്റ്റുഡിയോ ചലച്ചിത്രം എറണാകുളം, അസിസ്റ്റന്റ് ഡയറക്ടർ സ്വപ്ന മോഹൻ, ഷംനാഥ് കലഞ്ഞൂർ, വിമൽ കുമാർ MP, സജാദ് കൊടുങ്ങല്ലൂർ ആൻഡ് ജോജി ഫ്രാൻസിസ്. കളറിസ്റ്റ് ബൈ സുജിത് സദാശിവനാണ് ഞങ്ങളുടെ കളറിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും പേര് ബാക്കിയുള്ള ഞങ്ങളുടെ ക്രൂ കാസ്റ്റ് എല്ലാവരുമാണ് ഉള്ളത്. സോ അവരുമായിട്ട് ചേർന്ന് ഗോകുലം ഗോപാലൻ സാറുമായിട്ട് ചേർന്നിട്ട് ഒരു ഫോട്ടോ ആണ് ഞങ്ങൾ ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞായിരിക്കും ഞങ്ങളുടെ ബാക്കിയുള്ള ഞങ്ങളുടെ ടീം അലൈൻ ചെയ്യാം. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഞങ്ങൾ ഫോട്ടോയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. പ്ലീസ്. വലിയൊരു കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ DNA എന്ന ചിത്രത്തിന് വേണ്ടി ഗോകുലം ഗോപാലേട്ടന്റെ ഈ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾ ഇവിടെ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇതാ ഒരു ഫോട്ടോ
ഞങ്ങൾ എടുക്കുകയാണ്. DNA എന്ന ടീമിന്റെ എന്ന മെമ്മറി കാത്തു സൂക്ഷിക്കാൻ ട്രെയിലർ ലോഞ്ചിന്റെ ഈ ഒരു ദിവസത്തിൽ ലുലു മാളിനെ സാക്ഷി നിർത്തി ഓൺ സ്റ്റേജ് സിനിമയിൽ അദ്ദേഹം തന്നെയാണ് ഹീറോയിനായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. സുരേഷിൻ്റെ ഹീറോയിനായിട്ട്. അതിനുശേഷം ഒരു 13 years ബാക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെ ക്യാരക്ടറൊന്നും താല്പര്യം റിലീവ് ചെയ്യുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് വരുന്നതുകൊണ്ട്. ചില സസ്പെൻസ് നല്ലതല്ലേ അല്ലേ? സോ വീണ്ടും ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ AK സന്തോഷമായിട്ട്, അതുപോലെ തന്നെ ഇവിടെ DOP, പ്രൊഡക്ഷൻ ഹൗസ്, ബെൻസി പ്രൊഡക്ഷൻ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈവൻ അയ്യപ്പനും ഘോഷിയും എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങളെല്ലാ ആൾക്കാരും ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ സന്തോഷം ഇന്നും ലഭിക്കുന്നുണ്ട്. സോ ഇനി വരുന്ന ക്യാരക്ടറിൽ കൂടി അത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. June 14 എല്ലാവരും തിയേറ്ററിലെത്തി കാണണം. ഈ സിനിമയെ വിജയിപ്പിക്കണം. സോ എല്ലാവരോടും നന്ദി പറയുന്നു.